നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ അറസ്റ്റിലായതോടുകൂടി ഇവരുടെയൊക്കെ സാമ്രാജ്യങ്ങൾ ഏകദേശം ഒന്ന് വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയിരുന്നു. ഇന്ന് SIT കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. അതായത് കൊള്ളയ്ക്ക് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ വലിയ ഗൂഢനീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില വിശദ വിവരങ്ങളാണ് ഹൈക്കോടതിയിൽ SIT വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവരെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഹൈക്കോടതിയിൽ SIT പറയുന്നത്. ഇവർ ഗൂഢാലോചന നടത്തി എന്നുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പലതും SIT പറയുമ്പോൾ ഈ ഗൂഢാലോചന ഇവരിൽ മാത്രമായി ഒതുക്കി മറ്റ് പലരെ രക്ഷിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പല കോണിൽ നിന്ന് ഉയരുന്നത്. ഇന്നത്തെ കേസിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. ഇന്ന് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന്മേൽ കോടതിയുടെ നിരീക്ഷണം എന്ന് നമ്മൾ കേട്ടു. ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് കോടതിയിൽ ബോധിപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രം ഈ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമാണ്. ഈ ത്രിമൂർത്തികൾ ചേർന്നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ഈ ഗൂഢപദ്ധതി മെനഞ്ഞത്. ഇവർ മാത്രമേ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണം കൊണ്ട് അർത്ഥമാക്കുന്നില്ല. കോടതി അറിയിച്ചത് അവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ്. ഈ മൂന്ന് പേരിൽ അത് SIT വ്യക്തമാക്കുന്നുണ്ട്. ഗോവർദ്ധന് 1998 വിജയ് മല്യ ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളാണ്. അന്ന് തന്നെ സ്വർണത്തിൽ കണ്ണുവെച്ചിരുന്നു ഗോവർദ്ധൻ. പിന്നീട് പങ്കജ് ഭണ്ഡാരിയുമായി ഗൂഢാലോചന നടത്തി. ഈ ഗൂഢാലോചനയിൽ മുഖ്യകണ്ണിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി. അങ്ങനെ ഈ മൂന്ന് പേരും ചേർന്ന് ശബരിമലയിൽ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം അടിച്ചു മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു. നമ്മളിപ്പോൾ ഈ സംഭവങ്ങളുടെ ഒരു ചുരുളഴിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. അതിലെ അടിസ്ഥാന ഗൂഢാലോചന മൂന്ന് പേരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. പക്ഷേ ആ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിലാണ് വലിയ സ്വാധീനമുള്ളവരും ശബരിമലയുടെ നിയന്ത്രണമുള്ളവരുമൊക്കെ പിന്നീട് കടന്നു ചെല്ലുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള അന്വേഷണ രീതികൾ, അന്വേഷണത്തിനെ തുടർന്നുള്ള കണ്ടെത്തലുകൾ, ഇതൊക്കെ ഇന്നലെ കോടതി പൂർണ്ണമായി അംഗീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതുവരെ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ കോടതിക്ക് പരിപൂർണ തൃപ്തി ഇന്നലെ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ്? കാരണം കോടതിയെ സംബന്ധിച്ച് ഇത് വലിയ വൻതോക്കുകൾ ഉൾപ്പെട്ട വലിയ സ്വാധീന ശക്തികളുടെ ഇടപെടലുകളുള്ള, സംസ്ഥാന സർക്കാരിനെ പോലും പ്രതികൂട്ടിലാക്കുന്ന, ഭരിക്കുന്ന പാർട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇത്ര സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു കേസ് അടുത്ത കാലത്തൊന്നും നമ്മുടെ പോലീസ് സംവിധാനം കൈകാര്യം ചെയ്തിട്ടില്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ വിശ്വാസികൾ, അവരുടെ വിശ്വാസം മാത്രമല്ല അവരുടെ വലിയ സങ്കല്പത്തെയാണ് തകർത്തിരിക്കുന്നത്. അതേ ഗൗരവത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തെ കാണുന്നു. അതാണ് അവരുടെ എല്ലാ നിരീക്ഷണങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി അക്കമിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തി രേഖപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്താണിത്. ആ തലത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന് കോടതി എടുത്തു പറഞ്ഞു. മറ്റൊന്ന്, വൻതോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് ഒരിക്കൽ പ്രതികരിച്ച ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വൻതോക്കുകളെ ചോദ്യം ചെയ്യുകയും വൻതോക്കുകളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്ത റിപ്പോർട്ടുമായിട്ടാണ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. അന്വേഷണ സംഘത്തിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒട്ടനവധി കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കാരണം വലിയ സ്വാധീന ശക്തി ഉള്ളവർ, അന്തർ സംസ്ഥാന ബന്ധങ്ങൾ പോലും സംശയിക്കുന്നൊരു കേസ്, ഈ തലത്തിൽ തങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിച്ചു തരണമെന്ന് കോടതിയോട് പറഞ്ഞു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുക മാത്രമല്ല, കൂടുതൽ സമയം കോടതി അനുവദിച്ചു കൊടുത്തു. 19-ാം തീയതി ഒരു ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് കോടതി പറഞ്ഞു. ഇനി കോടതിയുടെ ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ.
ഒന്ന്, ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധരാണ്, കോടതിക്ക് ബോധ്യപ്പെട്ട് കോടതി തന്നെ തിരഞ്ഞെടുത്തവരാണ്. ഇവരെ ബാഹ്യസമ്മർദ്ദങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ബാഹ്യസമ്മർദ്ദം കൊണ്ട് വശംവദരായി കേസന്വേഷണത്തെ വഴിതിരിക്കാൻ സാധ്യതയുള്ളവരല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിന് വലിയ സമ്മർദ്ദം കൊടുക്കരുത് എന്നും കോടതി പറഞ്ഞു. കാരണം അത്തരം സമ്മർദ്ദങ്ങൾ അന്വേഷണ സംഘത്തിന് മേലുണ്ടായാൽ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകില്ല. അപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ വളരെ ശക്തമാണ്. കോടതി അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തിയപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിൽ എത്തി നിൽക്കുന്ന ഈ 3 അംഗ വൻ ഗൂഢാലോചന സംഘത്തിൻ്റെ ഇടപെടലുകൾ, അതേക്കുറിച്ച് കോടതിക്ക് കൃത്യമായി ബോധ്യം വന്നു. മുരാരി ബാബു മുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഈ കൊള്ളയിലേക്ക് കടന്നു വന്ന നാൾവഴികൾ, അതിൻ്റെ കൃത്യമായ ചിത്രം, അതും കോടതിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് അന്വേഷണം എത്തി നിൽക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത കോടതിക്ക് വന്നു. കോടതി അത് പറഞ്ഞത്, ഒന്ന്, അവരുടെ മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കൃത്യമായി പരിശോധിച്ചു, ഫോറൻസിക് പരിശോധനയിലേക്ക് അയച്ചു. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഈ വമ്പൻ സ്രാവുകൾ ആരൊക്കെയായി ഇടപെട്ടു എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടവർ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപാടുകൾ നടത്തിയവർ, ഇന്നിപ്പോൾ കൊച്ചിയിലൊരു വ്യവസായി ഉൾപ്പെടെ നിരവധി ആളുകൾ, അവരെക്കുറിച്ചൊക്കെ സമഗ്രമായ വിവരം ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അപ്പോൾ വളരെ വിശദമായ ഒരു അന്വേഷണം പ്രാഥമിക തലത്തിലല്ല, അതിലപ്പുറം പ്രത്യേക അന്വേഷണ സംഘം നടത്തി എന്ന് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെയാണ് കോടതി ഇനിയുള്ള അന്വേഷണത്തെ 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടം എന്ന് പറയുന്ന 1998 വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ അന്ന് തൊട്ടുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുകയാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്ന 1999 ശേഷം എന്നാണ് ഈ സ്വർണം പൊതിഞ്ഞത്. പിന്നീട് 2019, അപ്പോൾ 99 കഴിഞ്ഞ് ഏകദേശം 20 വർഷത്തിന് ശേഷം 2019 ആദ്യം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം. പിന്നീട് അത് സെപ്റ്റംബർ മാസമാണെങ്കിൽ പിന്നീട് ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും നമുക്കറിയാം കട്ടിളപ്പടി, വാതിൽപ്പാളി തുടങ്ങിയ വസ്തുക്കളിന്മേൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു. അപ്പോൾ അത് 3ആം ഘട്ടം. 2025 സെപ്റ്റംബറിൽ വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചു മാറ്റി, അതും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അത് ഇപ്പോഴത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്തിൻ്റെ കാലത്താണ്. അപ്പോൾ ഇത് 4ആം ഘട്ടമായി അന്വേഷിക്കണം. മുൻഘട്ടങ്ങളിൽ അന്വേഷണത്തിൽ കാട്ടിയ ജാഗ്രത 4ആം ഘട്ട അന്വേഷണത്തിലും വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ പ്രശാന്ത് കൊടുക്കുമെന്ന് ഉറപ്പാണ്. കാരണം പത്മകുമാറും പ്രശാന്തും ഒരേ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് മാത്രമല്ല, ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളും അഡപടലം പെട്ടു. അപ്പോൾ ഹൈക്കോടതിയുടെ ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഹൈക്കോടതി ഇനിയുള്ള അന്വേഷണത്തെ 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ആ അന്വേഷണം എങ്ങനെ നടത്തണം എന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. മാത്രവുമല്ല, മറ്റൊരു ശ്രദ്ധേയ നിരീക്ഷണം ഇന്നലെ ഹൈക്കോടതി നടത്തിയത്, സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ മറ്റ് ഒരു അധികാര കേന്ദ്രങ്ങൾക്കോ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. കോടതി നേരിട്ടാണ് അവരെ നിയന്ത്രിക്കുന്നത്, അവരുടെ ഫൈൻഡിങ്സ് പരിശോധിക്കുന്നത്. ഇക്കാര്യവും അടിവരയിട്ട് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ ഇന്നലെ നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വാദമുഖങ്ങളും അപ്പുറത്ത് കോടതി നടത്തിയ നിരീക്ഷണങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കാര്യമായ അപകടമൊന്നും അന്വേഷണത്തിൽ സംഭവിച്ചിട്ടില്ല. വ്യക്തമായ പാതയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ നമുക്കവിടെ പ്രകടമാണ്. ഇന്നലെ കോടതിയിൽ അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ ശക്തമായി നമുക്ക് കാണാം. അതിലപ്പുറം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവരാരും ഇനി രക്ഷപ്പെടാൻ പോകില്ല. ഇവിടെ നമുക്ക് മറ്റ് ചില പ്രത്യേകതകളുണ്ട് ഈ അന്വേഷണത്തിൽ. അത് ഇന്നലെ കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു. ഒന്ന്, 181 സാക്ഷികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. 2, വളരെ സുപ്രധാനമായ ചില ഫയലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടവർ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരത് ഒളിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ കണ്ടെടുത്തു എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് പറഞ്ഞു. സ്വർണവുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ നേരത്തെ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും വീണ്ടെടുക്കാൻ കഴിഞ്ഞു.
എന്ന് പറഞ്ഞാൽ കൃത്യമായി എത്ര സ്വർണം അവിടെ ശ്രീകോവിലിൽ അമൂല്യ വസ്തുക്കളിന്മേൽ പൊതിഞ്ഞിരുന്നു എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ SITയുടെ കയ്യിൽ കിട്ടി. അതാണ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാന ഘട്ടം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ പൊതിഞ്ഞ സ്വർണത്തിൽ എത്ര പാത്രം അടിച്ചു മാറ്റി അല്ലെ പൊളിച്ചെടുത്തുകൊണ്ട് പോയി. അക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെങ്കിൽ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് കിട്ടണം. ഫോറൻസിക് പരിശോധനയിലാണ് ഇപ്പോൾ ശബരിമല ശ്രീകോവിലിൻ്റെ ഇത്തരം ഭാഗങ്ങൾ. അവരുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഏതൊക്കെ തലത്തിൽ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റി എന്നതിൻ്റെ വ്യക്തത കിട്ടുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു. അത് കോടതി സ്വീകരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ വരുന്ന 19-ാം തീയതിയാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. അത് കോടതി വലിയ പ്രതീക്ഷയോടെ കണ്ടു. കോടതി നിങ്ങൾ 19-ാം തീയതിക്ക് മുൻപ് നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ സ്വർണം വീണ്ടെടുക്കാൻ ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ ഇതുവരെയുള്ള അന്വേഷണഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹൈക്കോടതി ഇന്നലെ രേഖപ്പെടുത്തിയ അസംതൃപ്തി അതാണ് നമ്മെ കൂടുതൽ ഒരു പ്രതീക്ഷ നൽകി ഈ കേസിൽ നിലനിർത്തുന്നത്. ഇവിടെ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നുണ്ട് നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും, ഹൈക്കോടതിക്ക് മുൻപിൽ സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോയ സ്വർണം എവിടെയാണ് എന്നുള്ളത്. ഏകദേശം വളരെ കുറച്ച് മാത്രമാണ് ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന പോലെ തന്നെ കട്ടളപ്പാളിയിലെയും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണം മാത്രമല്ല, പ്രഭാമണ്ഡലം, അതുപോലെ തന്നെ അവിടെ നിന്ന് വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വിദേശ മാർക്കറ്റുകളിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതൊന്നും തിരികെ കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ, ഈ പറയുന്നത് പോലെ ശബരിമലയിൽ കൊള്ള നടത്തിയത് ഈ പറയുന്ന പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളൊരു കളങ്കം അതെല്ലാ കാലത്തും നിലനിൽക്കും. വിശ്വാസികളുടെ ഉള്ളിൽ ആ ഒരു മുറിവ് അതെല്ലാ കാലത്തും ഉണ്ടാകുന്നതല്ലേ? ഇതൊരു വലിയ ക്യാൻവാസിലുള്ള കേസാണ്. ഒരു കാലഘട്ടത്തെ സ്പെസിഫിക് ആയിട്ട് നിലനിർത്താൻ കഴിയില്ല. 1998 സ്വർണം പൊതിഞ്ഞ് 2025 എത്തി നിൽക്കുന്നു. 27 വർഷം. 27 വർഷത്തിൽ അപകടകരമായി നമ്മൾ കാണുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2019 മുതലുള്ള കാലഘട്ടമാണ്. 2019 മുതൽ 2025 വരെയുള്ള 6 വർഷക്കാലം. ഇത്രയേറെ പരന്നു കിടക്കുന്ന ഒരു കേസിൻ്റെ പശ്ചാത്തലം മുഴുവൻ ചികഞ്ഞെടുക്കണമെങ്കിൽ, അതും ശബരിമല പോലൊരു പവിത്രമായ സ്ഥലവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പോലെ സർക്കാരുമായി വലിയ ബന്ധമുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുന്ന ഈ കേസിന് ഒരുപാട് അപൂർവതകളുണ്ട്. അതുകൊണ്ടാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയം അത്രയും അവർക്ക് കൊടുക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി അത് കോടതിയിൽ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം കൊടുക്കാത്തത്. കാരണം കോടതിക്കറിയാം ആ ഒരു ട്രാക്കിൽ പോയാൽ മാത്രമേ കൊടുക്കേണ്ടവരെ കൊടുക്കാൻ കഴിയൂ. ഇക്കാര്യത്തിൽ വലിയ സ്പീഡി മൂവ്മെൻറ്റ്സിലേക്ക് അന്വേഷണ സംഘം പോയാൽ പലരും രക്ഷപ്പെട്ടു പോകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം 12 പേരാണ് ഈ ദ്വാരപാലക ശില്പ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർ. അതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത് കട്ടിളപ്പടി വാതിൽപ്പാളി സംഭവത്തിൽ അതിൽ 15 പ്രതികളുണ്ട് പ്രതിപ്പട്ടികയിൽ. അതിൽ 9 പേരെ അതും അറസ്റ്റ് ചെയ്തു. ഇനിയും പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ജയശ്രീ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ജയശ്രീ ബോധവും വെളിവൊന്നും ഇല്ലാതെ ആശുപത്രി കിടക്കുക, ഗുരുതരാവസ്ഥയിൽ, തീരെ വയ്യ. ഈ കേസ് ഇത്ര ശക്തമായതിന് തൊട്ടു പിന്നാലെയാണ് ജയശ്രീ അസുഖബാധിതയായത്. പ്രായാധിക്യം മാത്രമല്ല, ഇതൊക്കെ എന്തോ ഒരു വിധി പോലെ അസുഖത്തിലേക്ക് ചെന്ന് വീഴുന്ന കാഴ്ചയാണ്. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഘട്ടത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് പക്ഷാഘാതം വന്നു. അദ്ദേഹം തളർന്നു വീണ ആശുപത്രിയിൽ. ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. ഒരു ബോധവുമില്ല, ഓർമ്മയില്ല. അന്വേഷണ സംഘത്തിന് അവിടെ എത്തിയാൽ ചോദ്യം ചെയ്യാൻ നിർവാഹമില്ല. അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായി വേണമെങ്കിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്താം, അതല്ലാതെ മാർഗമില്ല. ഇത്തരത്തിൽ അസുഖം ബാധിച്ച് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടാത്ത കുറേ പ്രതികൾ കൂടിയുണ്ട്. അവരെ കൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ചില വിവരങ്ങൾ കിട്ടിയേനെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇവിടെയാണ് കോടതിയുടെ ഈ അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന ലീനിയൻസി നമ്മൾ കാണേണ്ടത്. വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്തമാണ് അന്വേഷണ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വശത്ത് സർക്കാരിലെ പ്രമുഖരുണ്ട്, മറ്റൊരു വശത്ത് പാർട്ടിയിലെ പ്രമുഖരുണ്ട്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം ചില പോലീസ് സംവിധാനങ്ങൾ വരെ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം നൽകി എന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്ര
സ്വാധീന ശക്തിയുള്ള വലിയ വൻ പ്രതികൾ ഉൾപ്പെട്ട ഈ ഒരു കേസിൽ ഹൈക്കോടതി കുറച്ചൊരു ലിവറേജ് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ പക്ഷേ വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഹൈക്കോടതി ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള വിവാദം പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ CPM ആദ്യം എടുത്തിട്ടൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 30 കൊല്ലത്തെ മുതൽ ഇങ്ങോട്ടേക്കുള്ളത് ശബരിമലയിലെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതിൽ. 2019 അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ഒരു വർഷം കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു ഹൈക്കോടതി നടത്തിയത്. അതാണ് CPM വലിയ തിരിച്ചടിയായത്, സർക്കാരിന് വലിയ വേവലാതി ഉണ്ടാക്കിയത്. എന്നാൽ അപ്പോൾ മുതൽ ഈ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പറയുന്നത് പോറ്റിയെ കൊണ്ടുവന്നത് ഈ പറയുന്ന കോൺഗ്രസിന്റെ കാലത്താണ് എന്നൊക്കെയുള്ള പല വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്, അതിന് തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതി പറഞ്ഞ ഈ 2019 അതിൽ തന്നെയാണ് കേരളം മുഴുവൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കോടതിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ 2019 മുതലാണ് വലിയ കൊള്ള അവിടെ നടന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ അതത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമാണോ? അല്ല, 2019 മുതലാണ് ഈ വലിയ കൊള്ള അവിടെ നടന്നത്. പക്ഷേ 2019 ഇത്തരം ഒരു കൊള്ളയ്ക്ക് അവിടെ സ്കോപ്പ് ഉണ്ടെന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ശബരിമല അത്ര സേഫ് അല്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കുമൊക്കെ നേരത്തെ തന്നെ മനസ്സിലായി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത്ര വലിയ കേസുകൾ കത്തിയാളിയിട്ടും. ഇന്ന് നമ്മൾ ഒരു റിപ്പോർട്ട് കണ്ടു, ശബരിമലയിൽ നിന്ന് ഏകദേശം 14 ലക്ഷം രൂപയുടെ നെയ്യ് അടിച്ചുകൊണ്ടുപോയി. ഈ കൗണ്ടറിൽ ഭക്തർക്ക് വിതരണം ചെയ്യാൻ ഈ 100 ഗ്രാമിലുള്ള പാക്കറ്റുകളാക്കി വയ്ക്കും. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കാരണം ഭക്തർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. ഇത് എത്ര പേര് വാങ്ങി എത്ര പേര് കൊണ്ടുപോയി ഒന്നും കണക്കില്ല. മുൻകാലങ്ങളിൽ കൃത്യമായ കണക്ക് സൂക്ഷിച്ചിരുന്നില്ല. കണക്ക് സൂക്ഷിക്കാത്തതിൻ്റെ ഭാഗമായി ഇത് ബൾക്കായിട്ട് അങ്ങ് അടിച്ചു മാറ്റും. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഈ മണ്ഡലകാലം തുടങ്ങി, ഈ മണ്ഡലകാലത്തിൽ തന്നെ ഇത് അടിച്ചു മാറ്റി. ഇതിപ്പോൾ ഒരു മിന്നൽ പരിശോധന വിജിലൻസ് നടത്തിയപ്പോൾ 14 ലക്ഷം രൂപയുടെ നെയ്യ് കാണുന്നില്ല. വേണമെങ്കിൽ ആ കൗണ്ടറിൽ നിൽക്കുന്നവർക്ക് പറയാം ഭക്തർ ഒന്ന് മേടിച്ചുകൊണ്ട് പോയിരുന്നു, പക്ഷെ അതിനൊന്നും കണക്കില്ല. ഇത്തരത്തിൽ നെയ്യുടെ കണക്ക് മാത്രമല്ല, നിരവധി കൊള്ള കഴിഞ്ഞ കുറേ കാലമായി ശബരിമലയിൽ നടക്കുന്നു. അതിന് UDF എന്നോ LDF എന്നോ വേർതിരിവുകളൊന്നുമില്ല. പക്ഷേ 2019 മുതൽ ഈ ശബരിമല കൊള്ളയിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ കടന്നു ചെല്ലാനുള്ള കാരണം നമുക്കറിയാം. ശ്രീകോവിലിലെ അമൂല്യ വസ്തുക്കളിൽ അയ്യപ്പ വിഗ്രഹവുമായി ബന്ധപ്പെട്ട്, അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പ്രഭാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ സ്വർണ്ണം അങ്ങ് കൊള്ളയടിച്ചുകൊണ്ട് പോയി. ഈ സ്വർണ്ണം കൊള്ളയടിച്ചത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി. കാരണം 98 വിജയമല്യ അവിടെ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ കണക്ക് അന്നേ നോട്ടവിട്ട ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും എല്ലാം ചേർന്ന് ഇവർ ഹൈദരാബാദിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇന്നിപ്പോൾ SIT കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വെച്ച് ഈ 3 പേർ തമ്മിൽ കൂടിയാലോചനകൾ നടത്തി വളരെ പ്രമുഖരായിട്ടുള്ളവരുമായി അവർ ഇക്കാര്യം ചർച്ച ചെയ്തു. അതിനുശേഷം ഘട്ടം ഘട്ടമായി ഈ സാധനം അങ്ങ് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് അവിടെ വലിയ തോതിൽ കൊള്ള നടന്നിട്ടുണ്ട്. 4 ഘട്ടങ്ങളിലായി നടന്ന ശബരിമലയിലെ കൊള്ളയെ സംബന്ധിച്ച് വ്യക്തമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൈക്കോടതിയുടേത് വളരെ ശക്തമായ ഒരു നിലപാടാണ്. ഈ നിലപാട് സത്യസന്ധമായി ഈ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളം നടക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തേക്ക് വരുമെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു. അതെന്താണെന്ന് കാത്തിരുന്ന് കാണാം. കാരണം ഹൈക്കോടതിക്ക് ചില രഹസ്യ വിവരങ്ങൾ അവരുടെ മുന്നിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ചിലപ്പോൾ സീൽ വെച്ച കവറിൽ എന്തെങ്കിലുമൊക്കെ സുപ്രധാന വിവരങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ടാവാം, നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ അലയൊലികൾ തീർച്ചയായും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പ്രകടമാകും. ഇവിടെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് UDF ക്യാമ്പൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. പക്ഷേ ഇപ്പോഴും CPM-ന് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിനെ എങ്ങനെ നേരിടണം, ഏതൊക്കെ ആൾക്കാരെ ഇറക്കണം, സ്ഥാനാർത്ഥികളെ കൊണ്ടുവരണം. പക്ഷെ അപ്പോഴും ഒരു സൂചനയായി പുറത്തേക്ക് വരുന്നത് കടകംപള്ളിയെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു നിലയിലേക്ക് പാർട്ടി എത്തുന്നു. കഴക്കൂട്ടത്ത് മറ്റൊരു നേതാവിനെ നോക്കണം എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരു ഗതികേടാണോ? അല്ല, കടകംപള്ളി ഇപ്പോൾ 2 തവണ കൂടുതലായി. കടകംപള്ളി അല്ലെങ്കിലും മാറി നിൽക്കേണ്ടി വരും. പക്ഷേ ഈ അയ്യപ്പ സന്നിധിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് അയ്യപ്പനൊരു പദ്ധതിയുണ്ട്. നമുക്കറിയാം, ചിലരൊക്കെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും സമൂഹത്തിലെ ഉന്നതർ, മറ്റു ചിലർ വെന്റിലേറ്ററിൽ കിടക്കുന്നു, വേറെ ചിലർ ഇനി വെന്റിലേറ്ററിലേക്ക് പോകാനൊരുങ്ങുന്നു. രാഷ്ട്രീയ മണ്ഡലത്തിലുള്ളവർക്ക് സീറ്റ് കിട്ടുന്നില്ല, അവരൊക്കെ അപ്രസക്തരായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു അയ്യപ്പ ഭഗവാന്റെ
പദ്ധതികളാണ്. നമുക്കതിലൊന്നും കൃത്യമായ കമൻറ്റ് പറയാൻ പോലും കഴിയുന്നില്ല. കാരണം അത്ര വലിയ അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കൊള്ള അതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നെയ്യടിക്കാൻ നോക്കിയവർ പോലും ഇന്ന് പെട്ടു. ശബരിമല ഒരു കൊള്ള കേന്ദ്രമാക്കാൻ തീർച്ചയായിട്ടും അയ്യപ്പൻ അനുവദിക്കത്തില്ല. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അന്വേഷണ സംഘത്തിന് പിഴവുകൾ സംഭവിക്കുന്നില്ല, കൃത്യമായ രീതിയിലുള്ള അന്വേഷണമാണ് മുൻപോട്ട് പോകുന്നത് എന്ന് കോടതി പറയുമ്പോൾ തന്നെ കോടതിയും പറയുന്നുണ്ട് പലതും ഇനി പുറത്തേക്ക് വരാനുണ്ട്, കേരളം ഞെട്ടുന്നത് പലതും ഇനിയും കേൾക്കാനുണ്ട് എന്ന് പറയുന്നു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നേതാക്കൾക്ക് പോലും വീട് കയറി ഇറങ്ങി വോട്ട് ചോദിക്കാനുള്ള മടി കാരണം പലരും ഉൾവലിയുകയാണ്. അവരെ എല്ലാവരെയും അലട്ടുന്നത് ശബരിമല കൊള്ള തന്നെയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.